എയ്സ് പിക്കപ്പിന്റെ ഇലക്ട്രിക് മോഡൽ നെയിം അവതരിപ്പിച്ചിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സ്. ഇന്ത്യയിലെ തങ്ങളുടെ ഇലക്ട്രിക് വാണിജ്യ വാഹന ശ്രേണി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കാർഗോ സെഗ്മെന്റിൽ പുതിയ എയ്സ് EV പുറത്തിറക്കിയത്. എങ്കിൽ ഇന്നത്തെ വിശേഷം അതാകട്ടെ. ആ വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഇതുവരെ മോട്ടോർ വേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. 2005 മെയ് മാസത്തിലാണ് ടാറ്റ എയ്സ് ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം വാഹനത്തിന്റെ 2 ദശലക്ഷത്തിലധികം യൂണിറ്റുകൾ വിറ്റഴിക്കാൻ ടാറ്റ മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ട്. ടാറ്റ എയ്സ് നിലവിൽ പെട്രോൾ, ഡീസൽ, CNG ഓപ്ഷനുകളിൽ ലഭ്യമാണ്. ഓൾ ഇലക്ട്രിക് എയ്സ് എത്തുന്നതോടെ ഈ ശ്രേണി കൂടുതൽ ശ്രദ്ധയാകർഷിക്കും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള 7 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, സെൻട്രൽ ഡാഷിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, പിൻ പാർക്കിംഗ് ക്യാമറ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ബാറ്ററി കൂളിംഗ് സിസ്റ്റവും റീജനറേറ്റീവ് ബ്രേക്കിംഗ് തുടങ്ങിയവയാണ് സവിശേഷതകൾ. ടാറ്റ മോട്ടോഴ്സിന്റെ ഇവോജിൻ പവർ ട്രെയിൻ ഫീച്ചർ ചെയ്യുന്ന ആദ്യ ഉൽപ്പന്നമാണ് എയ്സ് EV. അത് 154 കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ച് ആണ് വാഗ്ദാനം ചെയ്യുന്നത്. 27 കിലോവാട്ട് പവറും 130 ന്യൂട്ടൺ ടോർക്കും വാഹനത്തിൽ നിർമ്മിക്കാൻ കഴിയും. ഇ-കൊമേഴ്സ് ലോജിസ്റ്റിക്സിന്റെ ആവശ്യകതകൾക്ക് തികച്ചും അനുയോജ്യമായ ഭാരം കുറഞ്ഞതും മോടിയുള്ളതുമായ മെറ്റീരിയലുകൾ കൊണ്ടാണ് എയ്സ് EVയുടെ കണ്ടെയ്നർ നിർമ്മിച്ചിരിക്കുന്നത്. എയ്സ് EV വിതരണം ചെയ്യുന്നതിനായി ആമസോൺ, ബിഗ് ബാസ്ക്കറ്റ്, സിറ്റി ലിങ്ക്, ഡോട്ട്, ഫ്ലിപ്കാർട്ട്, ലെറ്റസ് ട്രാൻസ്പോർട്ട്, മൂവിംഗ്, യെല്ലോ EV തുടങ്ങിയ പ്രമുഖ ഇ-കൊമേഴ്സ് കമ്പനികളുമായി കമ്പനി കരാറിൽ ഒപ്പുവെച്ചു. ഇതിനകം 39,000 യൂണിറ്റുകളുടെ ഓർഡറുകൾ ലഭിച്ചു കഴിഞ്ഞു. ഇലക്ട്രിക് മൊബിലിറ്റിയെ പിന്തുണയ്ക്കുന്നതിനായി ടാറ്റ യൂണിവേഴ്സ് എന്ന സേവനവും കമ്പനി അനാവരണം ചെയ്തിട്ടുണ്ട്. ഇതിന് കീഴിൽ ഫാസ്റ്റ് ചാർജിംഗ് കഴിവുകൾ, 24/7 സേവന പിന്തുണ, ഫ്ലീറ്റ് മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് സപ്പോർട്ട്, ഈസി ഫിനാൻസ് മുതലായവയ്ക്കൊപ്പം ബ്രാൻഡ് ഒന്നിലധികം ചാർജിംഗ് സ്റ്റേഷനുകൾ അടുത്തടുത്ത് വാഗ്ദാനം ചെയ്യും. എന്തായാലും വാഹനത്തിന്റെ പെട്രോൾ പതിപ്പിന് ലഭിച്ച അതേ സ്വീകരണം ഇലക്ട്രിക് പതിപ്പിന് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷമായി ഞങ്ങൾ എത്താം. തൽക്കാലം വിടാം. നന്ദി, നമസ്കാരം.